ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിന് ഈശോ എന്താ പറയുന്നത്? പിതാവേ അങ്ങേ പകരം മഹത്വപ്പെടുത്തണമേ. അതാണ് പ്രശ്നം. യുദാസിൻ്റെ സഹന സാഹചര്യത്തിൽ കിടക്കുന്ന കർത്താവിന് കിട്ടാൻ പോകുന്ന ഭയങ്കരമായ മഹത്വം, അതാണ് കർത്താവിന് എൻകാഷ് ചെയ്ത് കിട്ടേണ്ടത്. പക്ഷേ ഒപ്പ് പിതാവിൻ്റെതാണ് കിടക്കുന്നത്. അതുകൊണ്ട് പിതാവിൻ്റെ അക്കൗണ്ടിൽ അത് വരത്തുള്ളൂ. അതുകൊണ്ടാണ് പിതാവേ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചതിയനെ സ്നേഹിതമെന്ന് വിളിക്കണേ. ക്രിസ്ത്യാനിറ്റി ഒരു സമീപനമാണ് സഹോദരങ്ങളെ. ഇതിങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കണം. ഞാൻ പിതാവിൻ്റെ അക്കൗണ്ടിലോട്ട് എടുത്തിട്ടാണ് അത് സ്വീകരിച്ചപ്പോഴാണ് ഞാൻ ലോകത്തെ ജയിച്ചത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഇങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നത്. പ്രശ്നകാലങ്ങളിൽ കർത്താവ് സമാധാനം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. കർത്താവ് സമാധാനം കണ്ടെത്തിയ പിതാവിൽ നിന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ സമീപനത്തിലൂടെയാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. പറഞ്ഞോളൂ. നിങ്ങൾ എന്നിൽ ആണ്, ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മാറ്റാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടാവും, ക്ലേശങ്ങളുണ്ടാവും. എങ്കിലും ധൈര്യമായി, എന്നാൽ പോലും നിങ്ങളെ ധൈര്യമായിരിക്കണം. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ എങ്ങനെയാണ് കീഴടക്കിയത്? അത് മഹത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിതാവിൻ്റെ ഒപ്പാണ് ആ സഹനത്തെ കിടക്കണം കണ്ടിട്ട് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പിതാവിൻ്റെ അക്കൗണ്ടിലൂടെ അത് മാറിയെടുത്ത്. അതാണ് അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തുന്നത് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൃപയാണ് അതിൻ്റെ വരുമാനമൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്മോൾ ബഡ്ജറ്റിൽ കിടന്ന ജീവിതം എപ്പോഴും നശിപ്പിക്കാതെ ഇടയ്ക്കൊക്കെ ബിഡ്ജറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്.